ഉപതിരഞ്ഞെടുപ്പ് ഹാങ് ഓവർ മാറിയപ്പോൾ ബാർക്കിങ്ങിൽ മൂക്കും കുത്തി വീണ റിപ്പോർട്ടർ TV. ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയപ്പോൾ റിപ്പോർട്ടറിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് 24 ന്യൂസ് ആണുള്ളത്. എന്തായാലും കോടികൾ എറിഞ്ഞ ബാർക്കിങ്ങിൽ മുന്നിലെത്തുന്ന റിപ്പോർട്ടർ തന്ത്രത്തിനാണ് ഇവിടെ വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞങ്ങളെ അങ്ങനെ ആർക്കും പിന്തള്ളാൻ സാധിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ കയറിയിരിക്കുകയാണ്. നമുക്കറിയാം, പോയ വാരം എടുത്തു പറയാവുന്ന വലിയ വാർത്തകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകളിൽ നിന്നും പൊതുവെ ആളൊഴിയുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. മിക്ക ചാനലുകളും പോയിന്റിങ്ങിൽ പിന്നോക്കം പോയി. എന്നാൽ ആഘോഷമില്ലാത്ത സ്വാഭാവിക വാർത്തകളിലേക്ക് ആളുകൾ മടങ്ങിയതോടെ റിപ്പോർട്ടർ ചാനലിന് വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ ഒരു ചാനലിന്റെയും റേറ്റിംഗ് 100 പോയിന്റിനപ്പുറം കടന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് 95 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ 24 ന്യൂസ് ചാനൽ 85 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി. ഒപ്പം റിപ്പോർട്ടർ 80 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു. അതേസമയം 26ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV ആയിരുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പും അതിന്റെ ഹാങ് ഓവറുകളും മറ്റുമായി വാർത്താ ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുത്തനെ ഉയരുകയും ചെയ്തിരുന്നു. അധികം വന്ന കാഴ്ചക്കാരുടെ ബലത്തിൽ റിപ്പോർട്ടർ TV ഒന്നാമതെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ കഥ മാറി. കൂടാതെ ആദ്യ 5 സ്ഥാനങ്ങളിലെത്തിയ ചാനലുകൾക്കും കഴിഞ്ഞ തവണ നേടിയ റേറ്റിംഗ് നേടാൻ സാധിച്ചില്ലെന്നതുമാണ് മറ്റൊരു സവിശേഷത. എന്തായാലും ഒന്നാം സ്ഥാനത്തിൽ റിപ്പോർട്ടർ TV എത്താൻ അടിമുടി മാറ്റവുമായി എത്തുമോ? നമുക്ക് കാത്തിരുന്നു കാണാം.